കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര ഐസിയുന്റെ വെളിയിലിരിക്കുകയാണ്. ഈ സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് ഇറങ്ങിയിരുന്നത്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ പേഷ്യന്റ് ചെറുതായിട്ട് ബോധം വീണിട്ടുണ്ട്, കയറി കണ്ടോളാൻ പറയാണ്. അങ്ങനെ മിത്ര അകത്തേക്ക് കയറി ചെല്ലുവാണ്. അകത്തേക്ക് കയറി ചെന്നപ്പോൾ ബാലൻ കണ്ണൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ബാലൻ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ബാലന് പതുക്കെ ബോധം വീണിട്ടുണ്ടായിരുന്നു. പിന്നീട് മിത്ര അങ്ങ് ചെന്ന് കയ്യെ പിടിച്ചിട്ട് അങ്കിളേന്ന് വിളിക്കുകയാണ്. ആ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബാലൻ ഇങ്ങനെ ആരിന്ന് കിടന്ന് പറഞ്ഞോണ്ടിരിക്കുക. അതെ അങ്കിളെ ഞാനാ മിത്രയാന്ന് പറയാണ്. മൂളുന്നുണ്ട്. പക്ഷേങ്കിൽ ശരിക്കും ബോധമുള്ളതൊന്നും പോലെയൊന്നും അല്ല സംസാരിക്കുന്നത്. ആരിന്ന് മാത്രം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നീട് മിത്ര വെളിയിലേക്ക് വരുവാണ്. മിത്രയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. മിത്രയ്ക്ക് മനസ്സിലായി എത്രമാത്രം അങ്ക ആരിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്തും ആരിനെ കുറിച്ചുള്ള ചിന്തകളാണ് മനസ്സ് നിറയുന്നത്. അപ്പോഴ് ആരും മരുന്ന് മേടിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയതാ. പക്ഷേ പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെയാണെങ്കിലോ മെഡിക്കൽ സ്റ്റോറൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മെഡിക്കൽ ഷോപ്പ് കണ്ടു, അത് അടച്ചിട്ടേക്കുക. പെട്ടെന്ന് അതിന് എഴുതിയേക്കുന്ന ആ നമ്പർ, ആ ബോർഡിൽ എഴുതിയേക്കുന്ന നമ്പർ ആരും ഫോണിലേക്ക് അടിച്ചിട്ട് അയാളെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഇത് KV മെഡിക്കൽസിലെ ആളല്ലേ നിൽക്കണം. അതെ എന്താ കാര്യം? അതെ എൻ്റെ അച്ഛൻ പാമ്പേടിയായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അതെ ഹോസ്പിറ്റലിൽ മരുന്ന് തീർന്നു പോയി, എനിക്ക് ആന്റിവനം വേണമായിരുന്നു, ഒന്ന് എടുത്തു തരുമോന്ന് ചോദിക്കുക. ഇത് കേട്ട അയാൾ പറഞ്ഞു, കടയൊക്കെ അടച്ചു പോയതാ, ഇനി വന്ന് എടുത്തു തരാൻ പറ്റില്ലെന്ന് പറയാം. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? എൻ്റെ അച്ഛൻ്റെ ജീവൻ അപകടത്തിലാ, അത് കിട്ടിയാൽ മതിയാവുള്ളൂ പറയണം. തങ്ങളോടല്ലേ പറഞ്ഞേ കട അടച്ചാൽ പിന്നെ എടുത്തു തരാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ട ആന്യങ്ങൾ ദേഷ്യം വന്നു. ചേട്ടാ ഒരാളുടെ ജീവന് വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കും. പറഞ്ഞാൽ പിന്നെ തനിക്ക് മനസ്സിലാവില്ലേന്ന് ചോദിക്കണം. ആണോ തനിക്ക് അത്രയും അഹങ്കാരണോ? എന്നാ കാണിച്ചാൽ കട പൊളിച്ചിട്ടാണ് ഞാൻ മരുന്ന് എടുക്കൂന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു വിധത്തിൽ ആര്യൻ പറഞ്ഞിട്ട് അയാൾ പിന്നെ വന്ന് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആര്യൻ ആ മരുന്നുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ മരുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നേഴ്സ് ചോദിച്ചു, മരുന്ന് കിട്ടിയോന്ന് ചോദിക്കാം. കിട്ടിയെന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കുക. ഈ സമയം ആര്യൻ ചോദിച്ചു, അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ. കുഴപ്പമില്ല, അതെ അങ്കിളുടെ ബോധം വീണിട്ടുണ്ടെന്ന് പറയാണ്. ഞാൻ കയറി കണ്ടായിരുന്നു. ആര്യൻ പറയുന്നുണ്ട്. അപ്പം ഇത്രയെന്നും പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനൊരു സന്തോഷമൊക്കെ തോന്നി. അച്ഛന് ബോധം വീണല്ലോ, അപകടം തന്നെ തരണം ചെയ്തല്ലോ. അങ്ങനെ ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആര്യനകത്തേക്ക് കയറി ചെല്ലുവാണ് ബാലനെ കാണാനായിട്ട്. അങ്ങനെ കയറി ചെന്നപ്പം ബാലൻ കണ്ണടച്ച് കിടക്കുവാണ്. അപ്പോൾ ആര്യൻ ആ കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആര്യന് മാത്രം പറയുന്നുണ്ട്. പകുതി ബോധത്തോട് വിട്ടാ ആരാ എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ആര്യന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. ആര്യന് കുറച്ചു നേരം അടുത്തിട്ട് ഞാനാ അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുവാണ് ഇങ്ങനെ. പക്ഷെ ബാലൻ അതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വിളിക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആര്യൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്താണ് ആകാശും ധർമ്മനും കൂടെ ഓടി അങ്ങോട്ട് വരുന്നേ. ഓടി വന്നിട്ട് വെച്ച് ആര്യനെ കണ്ടു വെച്ച്, എന്താ ആര്യ കാര്യങ്ങൾ? അതെ അളിയൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അപകടനില തരണം ചെയ്യുമെന്ന് പറയാണ്. എന്നിട്ട് അല്ല ഇത് എവിടെ വെച്ചാ എങ്ങനെ ഉണ്ടായെന്നൊക്കെ ചോദിക്കുവാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ പറയാ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പൊ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതോളെന്ന് പറയാണ്. അല്ല അമ്മ ഈ കാര്യം അറിഞ്ഞോന്ന് ചോദിക്കാം. ഇല്ല അമ്മയോട് പറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് ആകാശ് പറയാ. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരഞ്ഞും ബഹളം വെക്കത്തില്ലേന്ന് ചോദിക്കുക. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയും. പിന്നീട് ആര്യം പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങൾ കയറി കണ്ടിട്ട് വരാൻ പറയണം. അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആകാശിനെയും ധർമ്മനെ ആര്യം വിളിക്കണം. അവിടെ നിൽക്കാൻ പറയണേ. എന്താടാ എന്താ കാര്യം എന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ ഉണ്ടല്ലോ, എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുവന്നതെന്ന് അച്ഛൻ അറിയണ്ടെന്ന് പറയാണ്. അറിയണ്ട അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? വേണ്ട അച്ഛനെ ഇപ്പൊ ഈ കാര്യം അറിയണ്ടെന്ന് പറയാണ്. ഞാൻ അച്ഛനെ രക്ഷിച്ചെന്നുള്ള കാര്യം. ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു, നീ എന്തൊക്കെയാടാ പറയണേന്ന് ചോദിക്കുക. ഞാൻ പറയുന്ന മാത്രം മാമനങ്ങോട് അനുസരിച്ചാൽ മതി, ചോദ്യങ്ങളൊന്നും വേണ്ടാന്ന് പറയണം. പിന്നീട് ആകാശും ധർമ്മനും കൂടെ അകത്തേക്ക് കയറി ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ആകാശ് ബാലന്റെ കയ്യെ പിടിച്ചിട്ട് അച്ഛാന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേനും ബാലൻ പതുക്കെ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കുവാണ്. എന്നിട്ട് ചുറ്റും നോക്കി കഴിഞ്ഞിട്ട് ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ധർമ്മം ചോദിച്ചു, എങ്ങനെയുണ്ട് അളിയെ, ഇപ്പൊ കുറവുണ്ടോന്ന് ചോദിക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല ഞാനിത് എവിടെയാ? ഹോസ്പിറ്റലാണല്ലേ. ഇടയ്ക്ക് എനിക്കൊരു ബോധം വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഹോസ്പിറ്റലാന്ന് മനസ്സിലായി. പിന്നീട് എന്റെ ബോധം അങ്ങോട്ട് പോയി. ബോധം പോയെന്ന് പറഞ്ഞാൽ പകുതി മയക്കത്തിലായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ട് ഇല്ലായിരുന്നു പറയണം. അതെ ഞാൻ വരുന്ന വഴിക്ക് സൈഡിലൊന്ന് വണ്ടി നിർത്തിയായിരുന്നു. ആ സമയത്ത് എന്റെ കാലയിൽ ഒരു മുള്ളു കൊള്ളുന്ന പോലെ തോന്നി. പക്ഷേങ്കിൽ പിന്നെ എനിക്ക് മനസ്സിലായത് പാമ്പ് കടിച്ചാന്ന്. പതുക്കെ എന്റെ ശരീരമൊക്കെ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. അവസാനം ഞാൻ അവിടെ വീണെന്ന് മാത്രം ഓർമ്മയുണ്ട്. അല്ല എന്നെ ആരും ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ, നിങ്ങളാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആകാശ് ധർമ്മനെ ഒന്ന് നോക്കുകയാണ്. ധർമ്മം പെട്ടെന്ന് പറഞ്ഞു, അല്ല വേറെ ചെറുപ്പക്കാരനാന്ന് പറയുന്നത്. ചെറുപ്പക്കാരനോ? അതെ വേറെ ചെറുപ്പക്കാരനാ കൊണ്ടുവന്നേ. പിന്നീട്
ഞങ്ങളെ വിളിച്ചു പറയല. അയ്യോ, അപ്പൊ ഗോമതിയൊക്കെ അറിഞ്ഞിട്ടുണ്ടോന്ന് ചോദിക്കും. അവള് ഭയങ്കര വിഷമത്തെ കരച്ചിലായിരിക്കും അല്ലേന്ന് ചോദിക്കാം. ഏ, അമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛാ, അമ്മയോട് പറഞ്ഞിട്ടില്ല. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അമ്മയോട് ഞങ്ങൾ പറയാതെ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. നല്ല കാര്യമായി എന്ന് പറയാം. എനിക്ക് പകുതി ബോധത്തില് എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആരാ എന്താന്നും അറിയത്തില്ല. ആ സമയത്ത് എനിക്ക് ഒന്നും മനസ്സിലേക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയണം. ഇനിയിപ്പം അതൊന്നും ഓർത്ത് അളിയും വിഷമിക്കണ്ട. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. എല്ലാ ചെറുപ്പക്കാരൻ കാരണമാ, ആ ചെറുപ്പക്കാരൻ കാരണം എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. അതെ, വേറൊരു കാര്യം ഇവിടെ ഉണ്ട്. എനിക്ക് ആരിനെ ഒന്ന് കാണണമെന്ന് പറയാം. അങ്ങനെ വാവിട്ട് ബാലൻ ആ കാര്യം പറയണം. ഇപ്പൊ കാണാനായിട്ട് അളിയനൊരു കാര്യം ചെയ്യേ, ഇവിടെ കിടക്ക്, നമുക്ക് പിന്നെ കാണാന്ന് പറയണം. ഒരു കാര്യം ചെയ്യോ, അവനൊന്ന് ഫോൺ ചെയ്തെങ്കിലും തരുമോ, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം എന്ന് പറയാം. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, അച്ഛൻ ഇപ്പൊ ഇവിടെ കിടക്ക്, ഇപ്പൊ എന്താണെങ്കിലും കാണാൻ വിളിക്കുകയും വേണ്ട, കാണുമൊന്നും വേണ്ട, പെട്ടെന്നൊന്ന് കുറയട്ടെ, അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് വന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയണം. എനിക്ക് ആരിനെ തിരികെ കൊണ്ടുവരണം, അതൊക്കെയാണ് ബാലൻ പറയുന്നത്. ഈ സമയത്ത് പുറത്ത് നിന്ന് മിത്ര ആരിനോട് പറഞ്ഞു, ആരിന് എന്ത് പരിപാടിയെ കാണിച്ചേ, അച്ഛൻ അറിയണ്ടേ ആരിനെ രക്ഷിച്ചെന്നുള്ള കാര്യം. വേണ്ടാന്ന് പറയണം. അതെന്താ, അച്ഛൻ ഇപ്പൊ ഒന്നും അറിയണ്ടെന്ന് പറയണം. ഇതെന്താ ആരും ഇങ്ങനെയൊക്കെ, അച്ഛൻ അറിഞ്ഞ നല്ല കാര്യമല്ലേ, അച്ഛന് സന്തോഷമല്ലേ ആയുള്ളൂ, പിന്നെ എന്തിനാ ആരും ഇങ്ങനെ വാശി പിടിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പത്തേനും ആകാശം ധർമ്മനോട് അകത്തുനിന്നും കൂടെ ഇറങ്ങി വന്നു. അതെ, കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണേ. ഒരു പ്രശ്നവുമില്ല, എന്താണ് തക്ക സമയത്ത് തന്നെ നീ കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ടേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആരും പറഞ്ഞു, അതെ എനിക്കും വല്ലാത്ത ടെൻഷനായിരുന്നു, കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ടെൻഷൻ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വെപ്രാളപ്പെട്ട് നിങ്ങളെയും വിളിച്ചെന്ന് പറയണം. അതൊന്നും സാരമില്ലടാ, ഇനിയിപ്പോൾ പ്രശ്നമില്ലോ. അയ്യോ, നിനക്ക് കുറച്ച് പൈസ ചിലവായി കാണും അല്ലേടാ ആര്യാന്ന് ആകാശ് ചോദിക്കുകയാണ്. പിന്നീട് ആകാശ് എന്ത് ചെയ്യണം, പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അതിൻ്റെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക. നീ വെച്ചോ, നിന്റെ പൈസ ഇല്ല, വെച്ചോളാൻ പറയണം. പെട്ടെന്ന് ആര്യം മിത്രോട് പറഞ്ഞു ബാഗ് എടുക്കാൻ പറയാണ്. വാന്ന് പറഞ്ഞിട്ട് ആ പൈസ നേരെ ആകാശിന്റെ പോക്കറ്റിലേക്ക് ഇട്ട് അങ്ങോട്ട് പോവാണ്. ആകാശൻ അവിടെ നിന്ന് വിളിച്ചിടാ ആര്യാന്നൊക്കെ വിളിച്ചു. പക്ഷെ ആരും നിന്നില്ല. കാരണം തന്റെ അച്ഛന് വേണ്ടിയിട്ട് പൈസ മുടക്കിയിട്ട് പൈസ തിരിച്ചു തന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആരിന്റെ മനസ്സിൽ. ഈ സമയം ധർമ്മം പറഞ്ഞു, അവന് സങ്കടമായെന്ന് തോന്നുന്നു, നീ പൈസ തിരികെ കൊടുത്തേ, അവന്റെയും കൂടെ അച്ഛനല്ലേടാന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അവന്റെ ഈ പൈസ ഇല്ലെന്ന് ഓർത്തല്ലേ മാമ ഞാൻ അങ്ങനെ ചെയ്തേ, പാവം ഓരോ ദിവസം എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ മരുന്നിനൊക്കെ വേണ്ടി കുറെ പൈസ അവന്റെ ചെലവായി, അവന്റെ കയ്യിൽ പൈസ ഇത് എവിടുന്ന് ഉണ്ടാവാനാ, അതുകൊണ്ടാണ് ഞാനങ്ങ് ചെയ്തേ, അവന് വിഷമമാകാൻ വേണ്ടി ചെയ്തല്ല മാമാന്ന് പറയാണ്. പിന്നീട് ആരിനും മിത്രയും കൂടെ അങ്ങോട്ട് പോകണം. അപ്പം മിത്രയോട് ചോദിച്ചു, നീ വല്ലതും കഴിച്ചായിരുന്നു, എനിക്കില്ലാന്ന് പറയണം. ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നേ, നീ എന്താ കഴിക്കായിരുന്ന, ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ ഫുഡ് കഴിച്ചിട്ടിരിക്കണമെന്ന്, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലെന്ന്. പിന്നീട് ആരും നേരെ ഒരു തട്ടുകട അങ്ങോട്ട് കൊണ്ട് സ്കൂട്ടി നിർത്തുവാണ്. വാ ഇറങ്ങാൻ പറയണം. അങ്ങനെ മിത്രേനും കൂടെ ഇറക്കി. മിത്ര ഇറങ്ങി. നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുക. എനിക്കൊന്നും വേണ്ട, എനിക്കൊരു ചായ മാത്രം മതി എന്ന് പറയാം. കഴിക്കാനൊന്നും വേണ്ടേന്ന് ചോദിക്കുക. വേണ്ട ആരിനോ, എനിക്കൊന്നും വേണ്ടാന്ന് പറയാണ്. അങ്ങനെ ചായ കിട്ടിക്കഴിഞ്ഞ് ചായ ഊതി കുടിച്ചുകൊണ്ട സമയത്ത് മിത്ര, ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയാവോ ഇങ്ങനെ ഒരു വരവിന് വേണ്ടിയിട്ട്. നമ്മൾ രണ്ടുപേരും രാത്രിയിൽ ഇങ്ങനെ തട്ടുകടയിൽ ഇങ്ങനെ വന്ന് ഫുഡൊക്കെ ഇടിക്കുന്ന എന്ത് രസമല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ആര്യം പറഞ്ഞു, കൊള്ളാം, നല്ല കഥയായിപ്പോയി. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പോഴതിനുള്ള മൂഡിലല്ല, നിനക്കറിയാലോ. അതെനിക്കറിയാം ആര്യ, ഞാൻ പിന്നെ ഈ സന്ദർഭം വന്നപ്പോൾ അങ്ങോട്ട് പറഞ്ഞതോളൂ. ഒരിക്കൽ ആകെപ്പാടെ സമുദ്രമായിട്ടിരിക്കുക. അപ്പോഴാണ് അവളുടെ ഒരു മൂഡ്, ഞാനൊന്നും പറയുന്നില്ലെന്നൊക്കെ പറഞ്ഞു ആരും ദേഷ്യപ്പെടുകയാണ്. മിത്ര പറഞ്ഞു, ആരും എന്തിനാ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടുന്നേ, അതിന് മാത്രം തെറ്റൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഒരു പക്ഷേങ്കില് അങ്കിള് ഹോസ്പിറ്റലിൽ അല്ലായിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് വെക്ക്, നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ സ്നേഹത്തോടെ വന്ന് ഇങ്ങനെ ചായ കുടിച്ചിട്ട് പോകുന്ന കാര്യം. എനിക്ക് ചായ കുടിക്കുന്നല്ലോ അതിലൊന്നും അല്ല കാര്യം ഇരിക്കുന്നത്, ആരിനോടൊപ്പം ഇങ്ങനെ ഇറങ്ങി നടക്കാലോ, കൈ പുറത്ത് പിടിച്ച് നടക്കാലോ, അതൊക്കെ എൻ്റെ മനസ്സിലെ സ്വപ്നങ്ങളെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആരും പറഞ്ഞു, അധികം സ്വപ്നങ്ങളൊന്നും നീ നെയ്യണ്ട, നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തമ്മിലൊരു അതിർവരമ്പുണ്ട്, ആ കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മ വേണമെന്ന് പറയണം. ഇത് കേട്ടൻ മിത്രയ്ക്ക് വല്ലാത്ത സങ്കടമായി. പെട്ടെന്ന് ആര്യം പറഞ്ഞു, ഒന്ന് കുടിച്ച് തീർക്കുന്നുണ്ടോ, മനുഷ്യന് പോണമെന്ന് പറയണം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, ആരിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും, പക്ഷെങ്കിൽ ചായക്ക് മനസ്സിലാവില്ലല്ലോ, ചായ തണുക്കണ്ടേന്ന് ചോദിക്കും. ആരിനാണെങ്കിൽ ചൂട് ചായ ഒറ്റ വലിക്ക് കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നീട് മിത്ര ആരിനെ നോക്കി ഇങ്ങനെയൊന്ന് ഒരു കള്ളച്ചിരി ഇരിക്കുകയാണ്. മിത്രയ്ക്ക് അറിയാം ആരിനെ തന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാനായിട്ടൊരു മടി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ആ ടെൻഷനില്ല. ഇതുവരെ ആയിട്ട് ബാലനോ ആകാശോ ധർമ്മനോ ആരും വന്നിട്ടില്ല. ഈ സമയം ആനന്ദും അനുശ്രീ മീനാക്ഷിയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ, ഒന്നും വല്ലേലും ആകാശേണ്ണൊക്കെ അരികിലില്ലേന്ന് മീനാക്ഷി ചോദിക്കുകയാണ്. എന്നാലും ബാലേണ്ണാണെങ്കിൽ ഒന്ന് വിളിച്ചു പറയുകയും ചെയ്തൂടെ, അത് പിന്നെ ആകാശേണ്ണും ധർമ്മമാമനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ അമ്മേന്ന് അനുശ്രീയും പറയാണ്. ഇങ്ങോട്ട് വരട്ടെ എന്ന് എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് പുറത്തൊരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നത്.
സൗണ്ട് കേട്ടെ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ബാലനും ധർമ്മനും ആകാശം കൂടെ ഇറങ്ങുവാണ്. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ധർമ്മന് ബാലിനെ കയ്യിൽ കയറി പിടിക്കുകയാണ്. ബാൽ ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു വേണ്ട എന്റെ കയ്യാലൊന്നും പിടിക്കണ്ട. ഇങ്ങനെ കയ്യാലൊക്കെ പിടിച്ചോണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ ടെൻഷനാകും ഗോമതിക്ക്. അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ തന്നെ നടന്നോളാന്ന് പറയാണ്. കാരണം പിറ്റേ ദിവസം ആയി കഴിയുമ്പോഴത്തേനും ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നും ബാലിന് തോന്നിയില്ല. ആന്റിമിനെ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ഓക്കെ ആയി കഴിഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ബാലിനെ ഡിസ്ചാർജ് ചെയ്തത്. അങ്ങനെ അവരങ്ങോട്ട് കയറി വരുവാണ്. കയറി വന്നപ്പോഴത്തേനും ഗോമതി എന്ത് പരിപാടിയാണ് ബാലേട്ട കാണിച്ചേ? ഒരു പോക്കങ്ങ് പോയിട്ട് ഒരു വിവരവും ഇല്ല, ഒന്നുമില്ല. കൂടെ പോയ രണ്ടുപേരും പറ്റിയ പാർട്ടികളാ. ഇതേ ഇത്രയും താമസിക്കുമെങ്കിൽ ഒന്ന് പറയുമെങ്കിലും ചെയ്തുകൂടെ? വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല. എടാ ആകാശേ, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയണം. അല്ല നിങ്ങൾ എത്ര സമയം എവിടെയായിരുന്നു? ഇത്ര സമയം ലോഡ് ഇറക്കാനുണ്ടായിരുന്നു ചോദിക്കും. പെട്ടെന്ന് ധർമ്മ പറഞ്ഞു അത് പിന്നെ ചേച്ചി, അതെ ധർമ്മ ബാ അകത്ത് കയറിയെന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. അകത്ത് അങ്ങനെ കയറിയിരുന്നു. അല്ല ബാലേട്ടൻ രാത്രിയിൽ എവിടെയായിരുന്നു? ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലോ എന്ന് പറയണം. പെട്ടെന്ന് ബാലൻ പറഞ്ഞു അത് പിന്നെ ഗോമതി, ഇന്നലെ വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയായിരുന്നു. ആ സമയത്ത് എന്നെ ഒരു പാമ്പ് കടിച്ചു എന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി ഒന്ന് ഞെട്ടുവാണ്. ഗോമതി ബാലയുടെ പാമ്പ് കടിച്ചോ? എന്നിട്ടോ കാല് കെട്ടി വെച്ചേക്കുന്ന കാണിക്കുകയാണ്. ഗോമതി അവിടെ കിടന്ന് അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഇത് കഴിയുമ്പോൾ ബാലൻ പറഞ്ഞു എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയിട്ട് വന്നില്ലേന്ന് ചോദിക്കുകയാണ്. അതേ ഒരു നല്ല ചെറുപ്പക്കാരൻ എന്നെ രക്ഷിച്ചത്, അയാൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടെന്ന് പറയണം. എന്നിട്ട് ഇവിടെ ആരും അറിഞ്ഞില്ലോ എന്ന് പറയണം. അപ്പൊ പെട്ടെന്ന് ആനന്ദി ചോദിച്ചു അല്ല ആകാശവും ധർമ്മമാമനും ഇതിനു വേണ്ടിയിട്ടാണോ പോയത്? ഇത് അറിഞ്ഞിട്ടാണോ നിങ്ങൾ പോയത്? ഒരു വാക്ക് പോലും പറയാൻ നിങ്ങൾ പോയത് ഇതിനാണെന്ന് ചോദിക്കോ. അത് പിന്നെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇവിടെ കിടന്ന് വെപ്രാളപ്പെടില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ആരോടും പറയാതെ പോയെന്ന് പറയാം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. അതെ ആ നല്ല ചെറുപ്പക്കാരൻ ഉള്ളതുകൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് വന്നില്ലായിരുന്നു എന്ന് ഓർത്തു നോക്കിയേ എന്റെ അവസ്ഥ എന്തായി തീരുമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയുടെ ഞെട്ടലോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഗോമതി പറഞ്ഞു എനിക്ക് ആ ചെറുപ്പക്കാരനെ കാണണം, അതാരാണെങ്കിലും എനിക്ക് അവനെ കാണണം എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ഞെട്ടിയത് ആകാശം ധർമ്മനുമാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനി ഇതിന് ശേഷം സേതുവിന്റെ പല്ലുവീടിയും ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.